സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരു മഹാകുംഭമേളയ്ക്ക് സാധ്യതയുണ്ടോ? നമ്മുടെ തിരുനാവായയിൽ, തവനൂർ തിരുനാവായയിൽ ഒരു മഹാകുംഭമേള നടക്കാൻ പോകുന്നു. ഹിന്ദു സന്യാസിമാർ മാത്രം ഒത്തുകൂടുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളും മറ്റൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു പാലം പണിഞ്ഞിരിക്കുന്നു. താൽക്കാലിക പാലമാണ്. ആ താൽക്കാലിക പാലം നിർത്തിവെക്കാൻ, അതിന്റെ പണി നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നു. അത് വളരെ പെട്ടെന്ന് ഒരു മുസ്ലിങ്ങളുടെ നാട്ടില് ചില മുസ്ലിങ്ങളാണ് അത് മുഴുവൻ നിർത്തലാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സകല വിഷപ്പാമ്പുകളും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. കേരളത്തിൽ ഒരു മഹാകുംഭമേളയ്ക്ക് സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ വിശ്വാസപരമായിട്ട്, അല്ലെങ്കിൽ ഐതിഹ്യപരമായിട്ട് അങ്ങനത്തെ ഒരു കുംഭമേളയ്ക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഇനി ഐതിഹ്യത്തെ വളരെയധികം കൂട്ടുപിടിക്കുന്ന, വിശ്വാസത്തെയും ദൈവത്തെയും വളരെയധികം കൂട്ടുപിടിക്കുന്ന ആളുകളാണോ ഈ സംഘപരിവാരും RSSകാരും ആ ടീമുകളെല്ലാം, ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ? അവർക്കൊക്കെ ഉത്തരം തരാൻ കഴിയാവുന്ന ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഐതിഹ്യപരമായിട്ട് എന്തെങ്കിലും ഒരു സാധ്യത ഇവിടെ നമ്മുടെ കേരളത്തിൽ കുംഭമേള നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ അത് ഇല്ല എന്ന് പറയും. കാരണം അങ്ങനെയാണെങ്കിൽ ഗരുഡൻ ആ നാലാമതിരുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും പറക്കുകയും ഗരുഡൻ ആ ഒരു കുംഭം ഏന്തിക്കൊണ്ട്, അമൃത കുംഭം ഏന്തിക്കൊണ്ട് കേരളത്തിലേക്ക് വരികയും, ഇതാ നമ്മളിപ്പോ ഈ കാണുന്ന ആ ഒരു നദിയില്ലേ, ഭാരതപ്പുഴ, ആ ഭാരതപ്പുഴയുടെ തീരത്ത് എവിടെയെങ്കിലും വന്നിരിക്കുകയും വേണം. പക്ഷേ ഗരുഡൻ 4 നദിയിലേ വന്നിരുന്നിട്ടുള്ളൂ. 5ാമതൊരു നദിയിലേക്ക് ആ ഒരു അമൃത കുംഭവുമായിട്ട് ഗരുഡൻ പറന്നിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഐതിഹ്യ യാഥാർത്ഥ്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്നത് മഹാകുംഭമേളയല്ല എന്നും, ഒരു തരത്തിലും ഇവിടെയുള്ള മറ്റു ആഘോഷങ്ങളിലേക്ക് ഇടപെട്ട് ആ ആഘോഷങ്ങളെ അവരുടേതാക്കി മാറ്റാൻ കഴിയാതിരിക്കുന്ന ഈ ഒരു സംഘപരിവാര ടീമുകൾക്ക്, അല്ലെങ്കിൽ ആ ഒരു തീവ്ര ഹൈന്ദവ ടീമുകൾക്ക് ഏതെങ്കിലും ഒരു വിശ്വാസധാരയുമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടി അവർക്ക് സ്വന്തമായിട്ട് വേണമല്ലോ. അപ്പോഴാണ് നമ്മുടെ മലപ്പുറത്തൊരു പ്രത്യേകതയുണ്ട്. അത് ഉത്സവമായാലും നബി ദിനമായാലും ഇനിയിപ്പോൾ വിഷു ആയാലും ഓണമായാലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് ആഘോഷിക്കുന്ന ഏർപ്പാടുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് നിന്ന് ആഘോഷിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കണ്ണെടുത്താൽ കണ്ടുകൂടാ ആ ഒരു പറയുന്ന പ്രത്യേക ശശികല ടീമുകൾക്ക്. അവർക്ക് അവരുടേത് മാത്രമായിട്ടുള്ള, ഹിന്ദുക്കളുടേത് മാത്രമായിട്ടുള്ള ചില പരിപാടികളൊക്കെ വേണം. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കണ്ട ഒരു സംഗതിയില്ലേ, കുറെ സന്യാസിമാര് ദേഹത്ത് മുഴുവൻ ഭസ്മവും പൂശി വരുന്നത്, കയ്യിൽ തൃശൂലും ഏന്തിയിട്ട് അക്രമാസക്തരായിട്ടുള്ള മുഖവുമായിട്ട് വരുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അവർ ഗംഗാ നദിയിലേക്കും മറ്റും ഇറങ്ങിയിട്ട് ആ ഗംഗാ നദിയെ മലിനമാക്കുന്നത് കണ്ടിട്ടില്ലേ? അവിടെ ഇറങ്ങുക വെച്ചിട്ട് അതിലത്തെ ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് എടുത്തു പോകരുതെന്ന് നമുക്ക് എല്ലാവരും റിപ്പോർട്ടുകൾ മറ്റും വന്നതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പലരും വിചാരിച്ചിട്ടുള്ളത് ഗംഗാ നദിയിലെ വെള്ളമൊക്കെ അതിപരിശുദ്ധമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൽ അണുക്കൾ കണ്ടേക്കാം, പക്ഷെ നിങ്ങളത് കുടിക്കാൻ എടുക്കുമ്പോഴേക്കും അതിലത്തെ അണുക്കളെല്ലാം ചത്തുപോയിരിക്കും എന്ന് പറയുന്ന മഹാബോഷ്ക് വർത്തമാനങ്ങളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ദയവേത് അവിടെ അത് പോയി കുടിക്കാതിരിക്കുക എന്ന് മാത്രമാണ് കണ്ട ആളുകളുടെ ചില നിർദ്ദേശങ്ങൾ. സംഗതി അവിടെ കെടുക്കട്ടെ, ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളിലേക്ക്. എന്താണ് ഈ മഹാകുംഭമേള? പല ആളുകൾക്കും എന്താ കേരളത്തിൽ ഒരു കുംഭമേള നടത്തിയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഞങ്ങൾ ഹിന്ദുക്കളുടെ കുംഭമേള ഇവിടെ നടത്തിയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഐതിഹ്യപരമായിട്ട് അതൊരു മഹാ തെറ്റാണ്. വിശ്വാസപരമായിട്ട് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. എന്താണ് കുംഭമേള എന്ന് പറയാൻ വേണ്ടി സത്യം പറയാലോ എഴുതി തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള വിചാരത്തിലാണ്. അമൃത കുംഭം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തിരുനാവായയിൽ ഇറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോഴത്തെ എന്തിനാണ് ഒരു ചെറിയ വർഗീയ കലാപം ഉണ്ടാക്കണം? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതവിടെ ഒരു 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനം ആ ഒരു തിരുനാവായയിൽ നടക്കണം. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ സമയത്ത് തന്നെ ഞാൻ ഇന്ന് തിരുനാവായയിൽ പോയി എടുത്ത ഫുട്ടേജുകളൊക്കെ ഇതിനൊപ്പം തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രദേശമാണ്, ആ ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. ഇനി ആ സംഭവത്തിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കപ്പെടും എന്നുള്ളതാണ് സാധ്യതകൾ. അങ്ങനെയാണ് ആ ഉണ്ടാക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ആരായിരിക്കും? സ്വാഭാവികമായിട്ട് ഇത് മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തിരുനാവായ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയുക ആ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയത് ഏതെങ്കിലും മുസ്ലിമാണെന്ന് പറയുക.
അവിടെ വളരെ പെട്ടെന്ന് വർഗീയത പടർത്തുക, ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുക, അതിന്റെ ഭാഗമായിട്ട് ഹിന്ദുത്വം വളർത്തുക, ഇതാണ് പുറകിലുള്ള പച്ച മലയാളത്തിലെ ലക്ഷ്യം എന്നാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പൊ എന്തായാലും അതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മൾ ഇത് എത്ര കണ്ടതാണ് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും കേരളത്തില് ഐതിഹ്യപരമായിട്ട് ഇത് നടത്താൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ എവിടൊക്കെ നടത്താൻ കഴിയുമെന്നുമാണ്. ഉത്തരേന്ത്യയിൽ 4 നദികളുണ്ട്, 4 സ്നാനഘട്ടങ്ങൾ എന്ന് പറയും. ഒന്ന് ഹർഗി പൗഡി എന്ന് പറയുന്ന ഒരു നദിയാണ്, ഹരിദ്വാറിലാണ്. പിന്നെ ത്രിവേണി സംഗമം പലരും കേട്ടിട്ടുണ്ടായിരിക്കും, അത് അലഹാബാദിലാണ്. ക്ഷിപ്ര നദി എന്ന് പറയുന്നത് ഉജ്ജയിനിയിലാണ്. ഗോദാവരി എന്ന് പറയുന്നത് നാസിക്കിലാണ്. ഈ 4 നദികളുമായി ബന്ധപ്പെട്ടിട്ടാണ് മുന്നേ പറഞ്ഞിരുന്ന ആ ഒരു വലിയ മഹാകുംഭമേള നടക്കുന്നത്. ഇനി എന്താണ് കുംഭമേള, എന്താണ് കുംഭമേളയുടെ പുറകിലുള്ള ഐതിഹ്യം? ശ്രദ്ധിച്ച് തന്നെ നിങ്ങളിത് കേൾക്കണമെന്ന് പറയുന്നു. കുറേ കാലം മുമ്പത്തെ ഒരു ഐതിഹ്യ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദുർവാസാവ് മഹർഷി ക്ഷിപ്രകോപിയാണ്. എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കോപിക്കുന്ന ഒരാളായിട്ടാണ് ദുർവാസാവ് മഹർഷിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു മാല, പാരിജാതമാല, ദേവേന്ദ്രന് സമ്മാനിക്കുന്നു. വളരെയധികം ഇഷ്ടത്തോടുകൂടി സമ്മാനിച്ചതാണ്. എന്തായാലും ദേവേന്ദ്രൻ ആ ഒരു മാല എടുത്തിട്ട് തൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മൃഗമായിട്ടുള്ള ഐരാവതത്തിന്, വെള്ള നിറത്തിലുള്ള ആനയ്ക്ക് അത് സമ്മാനിക്കുന്നു. ആനയുടെ കഴുത്തിൽ ഇത് ഇട്ടപ്പോൾ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലയ്ക്ക് ചുറ്റും ഈച്ചകളും മറ്റു പ്രാണികളൊക്കെ വന്ന് കൂടാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ആനയ്ക്കത് ഭയങ്കര ശല്യമായി. ആന അത് കഴുത്തിൽ നിന്ന്, ഐരാവതം അത് കഴുത്തിൽ നിന്ന് താഴത്തേക്ക് ഇട്ടിട്ട് ചവിട്ടിരിച്ചു കളഞ്ഞു. നിർഭാഗ്യവശാൽ അവിടേക്ക് കടന്നു വന്ന ദുർവാസാവ് മഹർഷി അത് കാണുകയും പെട്ടെന്ന് തന്നെ അവിടെയുള്ള എല്ലാ ദേവേന്ദ്രന്മാരെയും ശപിക്കുകയും ചെയ്തു. ശപിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇവരെത്തിയത്. കാരണം ജരാനരകൾ ബാധിക്കുമെന്നുള്ളതാണ്. അവരൊക്കെ വയസ്സായി വളരെ പെട്ടെന്ന് തീർന്നു പോകും, ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോകും എന്നുള്ള ശാപമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ശാപത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുക? അതിന് ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പാലാഴി മഥനം നടത്തണം. അതിന്റെ കുറെ സബ്ബായിട്ടുള്ള കുറെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മലയെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത്, മലയെ അങ്ങനെ ഇതിന്റെയൊക്കെ ഉപകഥകളൊക്കെ ആയിരക്കണക്കിന് എണ്ണം ഉണ്ടെന്നൊക്കെ പറയേണ്ടി വരും. ഞാൻ വളരെ അതിലേക്കൊന്നും കിടക്കാതെ ഇതിന്റെ മെയിൻ കഥ മാത്രം അങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്തായാലും പാലാഴി മഥനം നടത്തണം. പാലാഴി മഥനം നടത്താനും വേണ്ടി ദേവേന്ദ്രന്മാർ ഇറങ്ങി തിരിച്ചു. പക്ഷെ പ്രശ്നമുണ്ട്, അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് നടക്കില്ല. അവസാനം ഇവര് അസുരന്മാരെ കൂടി ക്ഷണിക്കുന്നു. അസുരന്മാരുടെ ഒരു നേതാവുണ്ട്, സിംഹകേയൻ എന്നാണ് അസുരന്മാരുടെ നേതാവ്. എന്തായാലും അസുരന്മാരും ഒരു ഭാഗത്ത് നിൽക്കുന്നു, ദേവേന്ദ്രന്മാര് വേറെ ഭാഗത്ത് നിൽക്കുന്നു. ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാലാഴി മഥനം നടത്തുകയാണ്. അതിനിടയ്ക്കൊരു നാഗമൊക്കെ വരുന്നുണ്ട്, അത് വേറൊരു സബ് കഥകയാണ്, അവിടേക്ക് നമുക്ക് പോകണ്ട. എന്തായാലും ഈ പാലാഴി മഥനം നടത്തിയിട്ട് അവസാനം അമൃത് പൊന്തി വരുന്നുണ്ട്. പക്ഷെ സംഭവിച്ചത് സിംഹകേ എന്ന് പറയുന്ന ആ ഒരു അസുര നേതാവ് ആ ഒരു അമൃത കുംഭവുമായിട്ട് ഒളിച്ചോടിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ടെടുത്തു കൊണ്ടുപോയി. അവസാനം ഇത് കിട്ടണമല്ലോ. അത് കഴിച്ചിട്ട് ഇവർക്ക് പഴയതുപോലെ തന്നെയുള്ള മരണമില്ലാത്തൊരു ജീവിതത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള ദേവേന്ദ്രന്മാർക്ക്. അപ്പൊ അതിനെന്ത് ചെയ്യുമെന്ന് അറിയാതെ അവസാനം ഇവര് ത്രിമൂർത്തികളെ പോയി കാണുന്നു, നമ്മുടെ വിഷ്ണുദേവനെ പോയി കാണുന്നു. വിഷ്ണുദേവൻ ചെയ്യുന്നത് മോഹിനി രൂപം പൂണ്ട് ഈ അസുരന്മാരുടെ അടുത്തേക്ക് എത്തിയിട്ട് അവസാനം ഇത് കൈക്കലാക്കുകയാണ്. ഈ കൈക്കലാക്കി തിരിച്ചു കൊണ്ടുവരുന്ന സമയത്താണ് പ്രസിദ്ധമായിട്ടുള്ള ദേവേന്ദ്രന്മാരും ഒപ്പം തന്നെ അസുരന്മാരും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നത്. 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ അമൃതകുംഭത്തെ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കാൻ സാധിക്കില്ല. അപ്പോഴാണ് ഇത് ആര് വഹിക്കും? ആ യുദ്ധം നടന്നിട്ട് അതിൽ ജയിക്കുന്നവർക്കാണ് ഇത് കിട്ടുക. അപ്പോൾ ഈ സമയത്ത് ഗരുഡനാണത്രേ ഈ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധത്തിനിടയ്ക്ക് ഗരുഡനാണത്രേ ഈ ഒരു അമൃതകുംഭം ഏറ്റിയിട്ട് പറന്നത്. ഈ പറന്ന സമയത്ത് ക്ഷീണം വന്നപ്പോഴെല്ലാം ഗരുഡൻ ഓരോരോ നദിക്കരയിൽ പോയിരുന്നു. നദിക്കരയിൽ പോയിരിക്കുന്ന സമയത്ത് ഗരുഡന്റെ കയ്യിൽ നിന്ന്, ആ ഒരു കുംഭത്തിൽ നിന്ന്, അങ്ങനെയാണ് ഈ കുംഭമേള എന്ന് പറയുന്ന ആ വാക്കൊക്കെ ഉണ്ടാവുന്ന അങ്ങനെയാണ്. ആ ഒരു അമൃത കുംഭത്തിൽ നിന്ന് ഒരല്പമൊക്കെ തെള്ളിപ്പോകുന്നുണ്ട് അത്രേ ആ നദികളിലേക്ക്. നദിയുടെ പേരൊക്കെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. ആ നദികളിലേക്ക് ഒന്ന് ഹർഗി പൗഡി, ത്രിവേണി സംഗമം, ക്ഷിപ്ര നദി, ഒപ്പം തന്നെ ഗോദാവരി, ഈ നദികളിലേക്കാണ് ഇതിന്റെ ഓരോ തുള്ളിയൊക്കെ വീണു പോയത്. അതുകൊണ്ട് തന്നെ അത് പരിശുദ്ധമായ നദിയാണ്.
ആ നദിയിൽ ഒന്ന് പോയി കുളിച്ചാൽ തന്നെ നമ്മൾ പുണ്യ ആത്മാക്കളായിട്ട് മാറും എന്നൊക്കെയാണ് പല വിധത്തിലുള്ള വിശ്വാസങ്ങളും മറ്റൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു കുംഭമേള, അമൃതകുംഭം അവിടെ വെച്ച സ്ഥലങ്ങൾ. ഞാൻ പറയുന്നത് ഗരുഡൻ 4 സ്ഥലത്തേ പോയിട്ടുള്ളൂ. തിരുനാവായിലേക്ക് പറന്നു വന്നിട്ടില്ല. തിരുനാവായിലേക്ക് പറന്നു വരികയും ഐതിഹ്യപരമായിട്ട് തിരുനാവായിലേക്ക് പറന്നു വരികയും നമ്മുടെ തിരുനാവായിൽ കൂടി ഒഴുകി പോകുന്ന ആ ഒരു നദിക്കരയിൽ, നമ്മുടെ എന്താ ഭാരത നദി കരയിൽ ഈ പറയുന്ന അദ്ദേഹം വന്നിരുന്നിട്ടില്ല, ആ ഗരുഡൻ വന്നിരുന്നിട്ടില്ല. അങ്ങനെ വന്നിരിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണ് ഈ ഒരു ഐതിഹ്യപരമായിട്ട് ഒരു കുംഭമേള നടക്കുക? അവിടെ കുംഭം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. അങ്ങനെ ഐതിഹ്യപരമായിട്ട് കുംഭം കൊണ്ടുവന്ന് വെക്കാത്തൊരു സ്ഥലത്ത് കുംഭമേള നടത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? എൻ്റെ ചോദ്യങ്ങളാണ്. കൃത്യമായിട്ട് അറിയുന്നവർ ഉത്തരം തരാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റാണ്. ഇത് തെറ്റാണെങ്കിൽ മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ ഇത് നടത്തണം. ഇവർക്ക് മനഃപൂർവ്വം ഇത് നടത്തണം. ഇവിടെ നടത്തിയതിന്റെ ഭാഗമായിട്ട് അവിടെ എന്തെങ്കിലും ഒരു കലാപത്തിന് കോപ്പ് കൂട്ടണം. ആ കോപ്പ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് പതുക്കെയെങ്കിലും ഇവരങ്ങനെയാണ്. കലാപമാണ് ഇവരുടെ ഏറ്റവും മുൻപന്തിയിലുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് വളരെ ഈസി ആയിട്ട് ആളുകളെ ഇടയിലേക്ക് കയറി ഇറങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അമൃതകുംഭം വെക്കാത്ത നമ്മുടെ തിരുനാവായിലിത ഇപ്പോൾ ഇവർ പറയുന്ന പോലെ ഒരു മഹാമഹക്ക് നടക്കാൻ പോകുന്നു. അത് നടത്തുമെന്നൊക്കെ തീരുമാനിച്ചത് ഈ 18-ാം തീയതി മുതലാണ് അത് ആരംഭിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വീഡിയോയിൽ കാണാൻ കഴിയുന്ന ആ പ്രദേശം ഉണ്ടല്ലോ, എൻ്റെ സുഹൃത്തുക്കളെ, ഒരു സ്ഥലത്ത് അവിടേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നാവമുകുന്ദ ക്ഷേത്രമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പുഴയുടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ശിവക്ഷേത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ശിവക്ഷേത്രം തന്നെ കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മക്ഷേത്രമുണ്ട്. ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. അവിടെ ഈ ഇതിനെ ഒഴുകുന്ന ഒരു പരിശുദ്ധമായിട്ടുള്ളൊരു നദിയുണ്ട്, ഭാരതപ്പുഴയുണ്ട്. ഭാരതപ്പുഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും അതിലെ വെള്ളം ഉപയോഗിച്ചിട്ട് ജീവിത വൃത്തി കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ദിവസം തള്ളി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നദിയിലെ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നൊരു കാരണം ഇതേപോലെയുള്ള വിശ്വാസപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പല ആളുകളും പല വസ്തുക്കളുമായിട്ടാണ് വരിക. ഇത് മുഴുവൻ കുടിക്കേണ്ട വെള്ളത്തിൽ കലക്കും. അല്ലെങ്കിൽ ഈ നദി എന്ന് പറയുന്നത് നമുക്ക് പുണ്യമായിട്ടുള്ള എന്തോ ആണല്ലോ. ഈ പുണ്യമായിട്ടുള്ള ഇത്തരം നദികളെ നമ്മൾ പുണ്യമായിട്ട് കരുതാറില്ല എന്നുള്ളതാണ്. അതെങ്ങനെയെങ്കിലും ആ നദിയെ നശിപ്പിക്കുക, പൂജയുടെ ഭാഗമായിട്ട്, പ്രാർത്ഥനയുടെ ഭാഗമായിട്ട്, ആരെങ്കിലും മരിച്ചുപോയ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം ആ അവശിഷ്ടങ്ങളെല്ലാം കൊണ്ടുപോയി ഇടുന്ന സ്ഥലമായിട്ടാണ് ഈ നദിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ പൂജിക്കാത്തിടത്ത് മുഴുവൻ നദിയെ ഏറ്റവും ഗംഭീരമായിട്ട് പരിരക്ഷിക്കുന്ന കാഴ്ചയും നമുക്ക് വിദേശ രാജ്യങ്ങളൊക്കെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വെച്ചത് എന്തൊക്കെയായിരിക്കും ഈ ഒരു കുംഭമേള നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് ആളുകൾ ഒരു പക്ഷേ അവിടേക്ക് ഒഴുകി വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് വ്യാപാരം അവിടെ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊക്കെ നല്ലതാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രശ്നമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവിധ മാലിന്യങ്ങൾ ആ നദിയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനെങ്ങനെയാണ് ഇവർ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? ടെപ്പേന്ന് തീരുമാനം എടുക്കുന്നു, സംഗതി അങ്ങോട്ട് അതിൻ്റെ കുറുകെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കുന്നു. സ്വാഭാവികമായിട്ടും അത് അങ്ങനത്തെ ഒരു പാലം നിർമ്മിക്കണമെങ്കിൽ സമ്മതപത്രം വാങ്ങിക്കണം, മുനിസിപ്പാലിറ്റിയും മറ്റു സമ്മതം വേണം. അതില്ലാത്തത് കൊണ്ടുള്ള ഒരു തടസ്സമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായത്. പക്ഷേ പ്രചരിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് നിർത്തലാക്കുന്നു, മുസ്ലിങ്ങൾ ഇടപെട്ടിട്ട് ഹിന്ദുക്കൾ ഒരു വലിയ ആഘോഷം നിർത്തലാക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഇത് പ്രചരിപ്പിക്കപ്പെടുകയുള്ളൂ. ഇവരെ ഹാൻഡിലുകളൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് പ്രചരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ആ നദി മലിനപ്പെടുമെന്നുള്ളതാണ്. അവിടേക്ക് പൂജാദ്രവ്യങ്ങളും മറ്റും വലിച്ചെറിയുക, മറ്റു പല വസ്തുക്കളെങ്കിലും വലിച്ചെറിയുന്നതോട് കൂടിയിട്ട് ഈ ജലം ഉപയോഗിച്ചിട്ട് ജീവിത വൃത്തി കഴിയുന്ന, ഒരു ദിവസം തള്ളി നിൽക്കുന്ന, ആ ജലം ഉപയോഗിച്ചിട്ട് വീട്ടിലത്തെ ഭക്ഷണ സാധനങ്ങളും മറ്റൊക്കെ പാകം ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ വെള്ളം കൂടി മുട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. കാരണം നമ്മൾ മലയാളികളാണ്.
ഒരു തരത്തിൽ നമ്മൾ നദിയെ പരിശുദ്ധമായി കാണുന്നു എന്നല്ലാതെ ആ നദിയെ സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്ക്, നദിയിലേക്ക് ഒന്നും വലിച്ചെറിയാതിരിക്കുക എന്ന് പറയുന്ന സാമാന്യ ഒരു മര്യാദ പോലും പുലർത്താത്ത ആളുകളാണ് മലയാളികൾ എന്നുള്ളതുകൊണ്ട് ആ നദി നശിപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളുടെ കുടി വെള്ളം മുട്ടുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും എനിക്കില്ല കേട്ടോ. എന്തായാലും വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്, ആചാരത്തിന്റെ ഭാഗമായിട്ട് അവിടെ മാത്രം നടത്താൻ കഴിയുന്ന കുംഭമേള ഒരു തരത്തിലും ആചാരത്തിന്റെ ഭാഗമായിട്ട് നടത്താൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ ആചാരം ഭയങ്കരമായിട്ട് നോക്കുന്ന ആളുകളാണല്ലോ ഇവര്. അപ്പൊ അങ്ങനെ സാധിക്കാത്ത ഈ പ്രദേശത്ത് അത് നടക്കുന്നുണ്ട് എങ്കിൽ സംതിങ് ഫിഷി, സംതിങ് ഫിഷി, സംതിങ് ഫിഷി. I hope you people can understand what the hell I am saying. Bye bye.